ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർ ഗുരുർദേവോ മഹേശ്വരഃ. ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആത്മസഹോദരരെ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ശ്രീനാരായണ ഗുരുവിൻ്റെ സ്തോത്രകൃതികളിൽ വിശേഷപ്പെട്ട ഒരു കൃതിയാണ് സദാശിവ ദർശനം. ശിവൻ എന്നാൽ മംഗളസ്വരൂപി. എല്ലാ സമയത്തും മംഗളസ്വരൂപി ആയതുകൊണ്ട് ശിവനെ സദാശിവൻ എന്ന് വിളിക്കുന്നു. ശിവൻ നടത്തുന്ന നടനത്തിലെ ഭാവ അഭിനയങ്ങൾ മാത്രമാണ് സകല ജീവജാലങ്ങളും. അവയുടെ സുഖവും ദുഃഖവും എല്ലാം തന്നെ ഈശ്വരൻ്റെ, ശിവൻ്റെ നടനത്തിലെ ഓരോ ഭാവങ്ങളാണ്. ഈ രഹസ്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിതം ദുഃഖമയമായി ആർക്കും തോന്നുകയില്ല. മറിച്ച് ആനന്ദത്തിൻ്റെ നിരന്തരമായ ഒഴുക്കായി അനുഭവപ്പെടും. ശിവനിൽ നിന്ന് വേറിട്ട് ഞാനില്ല എന്ന് ചിന്തിക്കുന്നത് തന്നെ ഒരു ദുഃഖ നിവാരണമാണ്. ദുഃഖിച്ച് നാം ഈ ലോകത്ത് ഇരിക്കുമ്പോൾ അത് ഓർത്ത് തന്നെ ദുഃഖവും സുഖവും ഇങ്ങനെ നമ്മൾ പങ്കിട്ട് ജീവിക്കുമ്പോൾ അതിനെ നമ്മൾ വേറിട്ട് കണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. ശിവനടനത്തെ സദാസമയവും നമ്മൾ ദർശിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ദർശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അനുഭൂതി ഉണ്ടാക്കി തരുന്ന ഒന്നാണ് ഗുരുവിൻ്റെ ഈ കൃതി, ഈ സദാശിവ ദർശനം എന്ന സ്തോത്രകൃതി. ഇത് ഒരു അപൂർവ വൃത്തത്തിലാണ് രചിച്ചിരിക്കുന്നതും. പഞ്ചചാമരം എന്ന് പറയുന്ന ഒരു അപൂർവ വൃത്തത്തിലാണ് ഈ കൃതി രചിച്ചിരിക്കുന്നത്. സ്വന്തം ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും സദാശിവ നടനത്തിൻ്റെ ഒരംശം അങ്ങനാക്കി നമ്മൾ കാണുമ്പോൾ നമ്മൾ ആനന്ദം അനുഭവിക്കും. നമ്മൾക്ക് ആ ദുഃഖങ്ങളിൽ നിന്നും സുഖങ്ങളിൽ നിന്നും എല്ലാം വേറിട്ട് നിൽക്കാൻ സാധിക്കും. അതാണ് ഈ കൃതി കൊണ്ട് വ്യക്തമാക്കുന്നത്. അതെങ്ങനെ സാധിക്കും എന്നുള്ളതാണ്. ഒന്നാമത്തെ ശ്ലോകം: മണം തുടങ്ങി എണ്ണി മണ്ണിലുണ്ണുമെണ്ണമൊക്കെ അറ്റിണങ്ങി നിൽക്കുമുൾക്കുരുന്നൊരുക്കി നെക്കി നക്കിടം ഗുണം നിറഞ്ഞ കോമളക്കുടത്തിലന്നുമിന്നുമിന്നിണങ്ങളങ്ങുമിങ്ങുമെങ്ങുമില്ല നല്ല മംഗളം. അതായത് മണം എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, നമ്മളുടെ ഒരു പഞ്ചേന്ദ്രിയം കൊണ്ട് ലഭിക്കുന്നതാണ് അല്ലേ. ഗന്ധം, അത് തുടങ്ങിയിട്ട് പഞ്ചേന്ദ്രിയങ്ങളുടെ എല്ലാ വിഷയങ്ങളെയും വേറെ വേറെ എന്ന തരത്തിലാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ണുകൊണ്ടുള്ള സുഖം അത് വേറെ, കണ്ണിൽ നിന്ന് ലഭിക്കുന്നതായ നയന സുഖം, പിന്നെ നാക്കുകൊണ്ട് അനുഭവിക്കുന്നതായ രുചി, അതുപോലെ ചെവി കൊണ്ടുള്ള സുഖം, ഇങ്ങനെ എല്ലാ അനുഭവങ്ങളും ഒന്നിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. അത് വേറെ ഇത് വേറെ എന്ന തോന്നലുകൾ നമ്മൾക്കുണ്ട്. അപ്പോൾ ആ തോന്നലുകളൊക്കെ മാറ്റിയിട്ട് എണ്ണമൊക്കെ ഈ എണ്ണി മാറ്റുന്നതൊക്കെ, എണ്ണുന്നതൊക്കെ അങ്ങ് മാറ്റിയിട്ട് ഇത് കണ്ണിൽ നിന്ന് കിട്ടിയ സന്തോഷം, അയ്യോ എനിക്ക് കാണാൻ ഇഷ്ടമാ, എനിക്ക് കേൾക്കാൻ ഇഷ്ടമാ അല്ലേ, അല്ലെങ്കിൽ എനിക്കതിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമാ, അങ്ങനെയൊക്കെ പറയുന്ന ആ വേറിട്ട ചിന്തകളിൽ നിന്നൊക്കെ മാറ്റി ആ എണ്ണമൊക്കെ അങ്ങ് മാറ്റിയിട്ട് അതറ്റിട്ട് എല്ലാം ഒന്നാണെന്നറിഞ്ഞ് സ്വന്തം അന്തരംഗത്തിൽ ഉരുക്കി, അതായത് തപസ്സുകൊണ്ട് ചൂട് പിടിപ്പിച്ചുരുക്കണം. എന്നിട്ട് നെക്കി നക്കി അന്തസത്ത പിഴിഞ്ഞെടുത്ത്, അങ്ങനെ അതിനെ ചൂടുപിടിപ്പിച്ച് ഉരുക്കി ആ സത്ത് പിഴിഞ്ഞെടുത്ത് ഗുണം നിറഞ്ഞ പരമാനന്ദം നിറഞ്ഞ കോമളക്കുടത്തിൽ മനോഹരമായ അമൃതകുംഭം ആയ ഈശ്വരൻ. അപ്പോൾ ആ ഈശ്വരൻ എന്ന് പറയുന്നത് അമൃതകുംഭം. അമൃതം എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, അത് കഴിച്ചാൽ മരണമേ ഇല്ല,
അങ്ങനെ അമൃത സുധ എന്നാണ് അതിൻ്റെ പേര്. സുധ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന ഒരു വിശേഷണം കൂടി ആ അമൃതത്തിനുണ്ട്. അപ്പോൾ ആ അമൃത കുംഭം തന്നെ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ആ കോമളക്കുടത്തിൽ അത് മനോഹരമായ അമൃതകുംഭം അതാരാണ്? ഇവിടെ നമ്മൾ ആ മനോഹരമായ അമൃതകുംഭം എന്ന് പറയുന്നത് ഈശ്വരനാണ്. അതെവിടെ നിന്നാണ് നമ്മൾ എടുക്കേണ്ടത്? ഈശ്വരനെ നമ്മൾ എവിടെ, ക്ഷേത്രത്തിൽ പോയോ മറ്റ് സ്ഥലങ്ങളിൽ പോയോ അല്ല നമ്മൾ എടുക്കുന്നത്. അത് നമ്മളുടെ അന്തസത്തയിൽ നിന്ന് പിഴിഞ്ഞെടുക്കണം. എന്നുവെച്ചാൽ നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരൻ ഉള്ളത്. അതിനെ നമ്മൾ കടഞ്ഞെടുക്കണം, അല്ലെ? പാലിൽ നിന്ന് വെണ്ണ കടഞ്ഞെടുക്കുന്നത് പോലെ നമ്മളുടെ ഉള്ളിൽ നിന്ന് നമ്മൾ ആ ഗുണം നിറഞ്ഞ പരമാനന്ദത്തെ നമ്മൾ പിഴിഞ്ഞെടുത്ത് അങ്ങനെയുള്ള ആ ഈശ്വരനിൽ അന്നും ഇന്നും എന്ന് പറഞ്ഞാൽ കാലവ്യത്യാസമില്ല. വർത്തമാനകാലമെന്നോ ഭൂതകാലമെന്നോ ഭാവി കാലമെന്നോ വ്യത്യാസമില്ലാതെ, അല്ലെങ്കിൽ ഈ കാലങ്ങളിലൊന്നും തന്നെ നമുക്ക് ലോകസാധാരണമായ ആപത്തുകളില്ല. അപ്പോൾ ലോകസാധാരണമായ ആപത്തുകളെ എല്ലാം നമ്മൾ വേറിട്ട് കാണുന്നത് കൊണ്ടാണ് അത് നമ്മൾക്ക് ആപത്തുകളായി അനുഭവപ്പെടുന്നത്. അതേ സമയത്ത് നമ്മൾ പൂർണ്ണമായിട്ടും ഈശ്വരനിൽ ലയിച്ച് നമ്മളുടെ അന്തരംഗത്തിൽ നിന്ന് ആ ഈശ്വരനെ പുറത്തെടുത്താൽ എങ്ങുമില്ല, ഈ ലോകത്തിലുമില്ല, അതുപോലെ ഉള്ളത് പരമാനന്ദം മാത്രം. എങ്ങും ദുഃഖം നമ്മൾക്ക് ഇല്ല. നമ്മൾക്കുള്ളതോ പരമാനന്ദം മാത്രമാണ്. അത് സദാശിവമയമാണ്. അത് ശിവൻ തന്നെയാണ് ഈ നമ്മളിൽ ആനന്ദമായി പരമാനന്ദമായി ഇരിക്കുന്നത്. സന്ധ്യാസമയത്തെ സൗന്ദര്യത്തിൽ നമ്മൾ സുഖമാസ്വദിക്കുന്നുണ്ട്, അല്ലേ? സന്ധ്യയോ എന്ത് നല്ലതാ, സൺസെറ്റ് കാണാനായിട്ട് നമ്മൾ എത്ര പേരാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ സൺസെറ്റിനുള്ള ആ ഭംഗി, ആ സൗന്ദര്യം കണ്ടുകൊണ്ട് നമ്മൾ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ ആ സന്ധ്യാവേള അങ്ങ് അവസാനിക്കും. പിന്നെന്താകും? ഇരുട്ടാകും, അല്ലേ? അങ്ങനെ ആസ്വദിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ അല്പം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇരുട്ടിനെ കാണുന്നു. അപ്പോൾ ഇരുട്ടിനെ നമ്മൾ ഭയക്കുന്നു. എന്നാൽ സന്ധ്യാസമയത്തെ ആ സൗന്ദര്യത്തെ നമ്മൾ ആസ്വദിക്കുന്നു. അതേ മനസ്സ് തന്നെ സന്തോഷമായിട്ട് അതിനെ കണ്ട് ആസ്വദിച്ച് നിന്ന മനസ്സ് അല്പസമയം കഴിഞ്ഞപ്പോൾ ഇരുട്ടിനെ കണ്ടിട്ട് ഭയപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ബാഹ്യ ദൃശ്യങ്ങളിൽ നിന്നുള്ള സുഖാനുഭവവും ഭയവും ഉണ്ടാക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, നമ്മുടെ മനസ്സിൽ തന്നെയാണ്. എന്നാൽ മനസ്സിൻ്റെയും ബാഹ്യരൂപങ്ങളുടെയും അന്തസാരം ഒന്നു തന്നെയാണ്. എല്ലാം ഒന്നാണ്. നമ്മളുടെ മനസ്സും ബാഹ്യമായി കാണുന്നതും എല്ലാം ഒന്നാണെന്ന ചിന്തയിലേക്ക് വരുമ്പോൾ അത് തന്നെയാണ് സദാശിവനായ ഈശ്വരൻ. അപ്പോൾ നാം ഓരോരുത്തരുടെയും, നമ്മളുടെ ഓരോരുത്തരുടെയും വൈവിധ്യമാർന്ന ഭാവങ്ങളിൽ നിറഞ്ഞിരിക്കുന്നത് സദാശിവനാണെങ്കിൽ, അപ്പോൾ ഒരാളിൽ നിന്ന് മറ്റൊരാൾ തികച്ചും വ്യത്യസ്തനാണ്. ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ അനുഭവത്തിലും വ്യത്യസ്തനാണ്. അങ്ങനെ വരുമ്പോൾ അതും നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളിലും നമ്മളിലും ഒന്നിച്ച് നിറഞ്ഞു നിൽക്കുന്നത് ഒരേ സദാശിവൻ തന്നെയാണെങ്കിൽ, അങ്ങനെയുള്ള ശിവനെ കണ്ടെത്താൻ നമ്മൾ മറ്റെങ്ങും പോകേണ്ടതില്ല. അതെവിടെയാണ് കണ്ടെത്താൻ സാധിക്കുന്നത്? എൻ്റെ അന്തരംഗത്തിൽ തന്നെ, അല്ലേ? എൻ്റെ അന്തസാരം ഞെക്കി പിഴിഞ്ഞെടുത്താൽ മതി എനിക്ക് സദാശിവനെ ദർശിക്കാൻ സാധിക്കും. തപസ്സിൻ്റെ ചൂടുകൊണ്ട് ഉള്ളുരുകി ഇറങ്ങുന്നതാണ് ശിവൻ എന്ന തത്വമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് സത്യമാണ്, സത്യമായ തത്വം. തണ്ടാരിൽ മധു ഉണ്ടാരമിക്കുമൊരു വണ്ടാണു സൂരി സുഹൃതി. അപ്പോൾ നമ്മൾ ജനനി നവരത്നമഞ്ജരിയിൽ പറയുന്നുണ്ട്, ഒരു താമരപ്പൂവിനകത്ത് വണ്ട് കയറിയിരുന്നു. സൂര്യനുള്ളപ്പോൾ
അകത്ത് കയറി ആ തേനിങ്ങനെ കുടിച്ചുകൊണ്ട് അതിലിങ്ങനെ ആ സുഖത്തിലിങ്ങനെ മയങ്ങി അവിടെ ഇരിക്കുകയാണ്. സൂര്യൻ അസ്തമിക്കുമ്പോൾ താമരപ്പൂ കൂമ്പും. അപ്പോൾ താമരപ്പൂവിനുള്ളിലായി പോകും. അത് ചിന്തിക്കുന്നേയില്ല. അത് ചിന്തിക്കാതെ അതിലിരുന്നു കൊണ്ട് ആ തേനിങ്ങനെ നുകർന്ന് അതിൻ്റെ സുഖത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത് പോലെ അതിൽ മാത്രം ഇരിക്കുന്നു എന്നുള്ള, അതിൽ മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. അങ്ങനെയുള്ള സുകൃതി സത്യാന്വേഷികളായ സുകൃതികൾ ഇങ്ങനെ തേൻ നുകർന്ന് അതിൽ മാത്രം ഒഴുകിയിരിക്കുന്ന വണ്ടായി മാറുന്നു. സുകൃതികൾക്കെല്ലാം, സത്യാന്വേഷികൾക്കെല്ലാം ഈ ഒരേ ഒരു ചിന്ത, ആ പരമാനന്ദം നുണഞ്ഞ് അതവര് ആസ്വദിച്ച് കഴിയുമ്പോൾ അതിലവർ ലയിച്ചങ്ങനെ ആ പരമാനന്ദത്തിൽ ഇരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മുനിചര്യ പഞ്ചകത്തിലും പഠിക്കുന്നുണ്ട്. മുനിമാരെല്ലാം ഈശ്വരനിലേക്ക് ചിന്ത പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ ലോകത്തെ സുഖങ്ങളിലൊന്നുമേ ശ്രദ്ധയില്ല. എവിടെ ഉറങ്ങുന്നു എന്നോ എന്ത് കഴിക്കുന്നു എന്നോ എവിടെ താമസിക്കുന്നു എന്നൊന്നുമില്ല. അവർ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ നടക്കുമെങ്കിലും അവരുടെ സ്ഥിരമായ ചിന്ത, അവർ സ്ഥിരമായ ഒരു മനസ്സ് വെച്ചിട്ടുണ്ട് ആ പരമാനന്ദത്തിൽ. അതിലങ്ങനെ ലയിച്ച് ഒരു വണ്ടെങ്ങനെയാണ് താമരയ്ക്കുള്ളിൽ ഇരിക്കുന്നത് അതുപോലെ തേൻ നുകർന്നുകൊണ്ടിരിക്കുന്ന, എല്ലാം മറന്ന് സുഖദുഃഖങ്ങൾക്ക് അതീതമായി, മാന അപമാനങ്ങൾക്ക് അതീതനായി നിൽക്കുന്ന ആ സദാശിവനെ കാണാൻ കഴിയണം. ഇതിനെല്ലാം ഉപരിയായി നിൽക്കുന്നതായ ആ സദാശിവനെ കാണാൻ കഴിയണം. സദാശിവനെ ദർശിക്കാൻ കഴിയണം. അതാണ് സദാശിവ ദർശനം. അങ്ങനെ കഴിഞ്ഞാൽ ഞാനും സദാശിവനായി മാറും. അപ്പോൾ ഞാൻ ഈശ്വരനായി കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ അറിവുള്ള ഒരാളിൻ്റെ അടുത്ത് ചെന്ന് ഇരിക്കുമ്പോൾ, നമ്മൾ പഠിക്കാനായിട്ടിരിക്കുമ്പോൾ അവിടെ നമ്മൾ തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? ഗുരുവിനപ്പോൾ അറിവുണ്ട്, ശിഷ്യന് അറിവില്ല. ഇനി കുറച്ച് കഴിയുമ്പോൾ ഗുരു ആ അറിവ് ശിഷ്യന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഗുരുവും ശിഷ്യനും തമ്മിൽ വ്യത്യാസമില്ല എന്ന് പറയുന്നത് പോലെ ഇവിടെ സദാശിവനെ ഞാൻ കണ്ടു കഴിഞ്ഞു, അറിഞ്ഞു കഴിഞ്ഞു. ഞാനും സദാശിവനും ഒന്നായി മാറി. അങ്ങനെ ഒന്നായി കണ്ടു കഴിഞ്ഞാൽ, ഞാനും സദാശിവനും ഒന്നാണെങ്കിൽ പിന്നെ ഈശ്വര ദർശനം എന്നിൽ തന്നെ എനിക്ക് കാണാൻ കഴിയണം. അത് സത്യാന്വേഷികളുടെ ആ പരമ്പരയിൽ അവരെങ്ങനെ സത്യം അന്വേഷിച്ച് എത്തുന്നു എന്ന പല മാർഗങ്ങളുണ്ട്. അങ്ങനെയുള്ള മാർഗമാണ് ഈ പറയുന്നത്. നമ്മളുടെ ഉള്ളിൽ തന്നെ ഉള്ള ഈശ്വരനെ, എല്ലാം ചെറിയ ചെറിയ കവികൾ പോലും എല്ലാവരും പറയുന്നത് എള്ളിലുള്ള എണ്ണ കണക്ക് നമ്മുടെ ഉള്ളിൽ ഈശ്വരനുണ്ട് എന്നാണ്. ആ ഈശ്വരനെ കണ്ടറിയണം. ഈശ്വര ദർശനത്തിന് കണ്ടറിയണമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ദർശനം ഉണ്ടാകണമെങ്കിൽ അദമ്യമായ ആഗ്രഹവും നിഷ്കാമമായ തപസ്സും അതുപോലെ ഏകാത്മകത, നമ്മളുടെ ആത്മാവും ആ പരമാത്മാവും ഒന്നാണെന്നുള്ള തോന്നലും വേണമെന്നാണ് 1-ാം ശ്ലോകത്തെ കൊണ്ട് ഗുരു വ്യക്തമാക്കുന്നത്. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.